ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 3 മലയാളം സിനിമകളുടെ ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബ്രോമാൻസ് എന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത കളക്ഷനിലെ മുന്നിൽ നിൽക്കുന്ന സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് കളക്ഷനാണ്. ഇന്നലെ ഇതേ സമയം സിനിമയ്ക്ക് 23 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 17 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 40 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 6,50,00,000 7 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. വേൾഡ് വൈഡ് ഗ്രോസ് ഇനിയും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. 15 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ദാവീദിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്കും ഇന്ന് ബ്രോമാൻസ് പോലെ കളക്ഷൻ അടിവ് നേരിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് കേരളത്തിൽ 25 ലക്ഷത്തോളം ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 4,50,00,000 5 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇതിനിടയിൽ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 500-ൽ പരം സ്ക്രീനുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ 9,12,00,000 രൂപ ഇന്നലെ വരെ 6 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നു എന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനിൽ പറയുന്നത്. ഇന്നത്തോടെ അത് 10 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ പൈങ്കിളിക്കും ഇന്ന് കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് സിനിമയ്ക്ക് 15 ലക്ഷത്തോളം കേരള ഗ്രോസേ പ്രതീക്ഷിക്കുന്നുള്ളൂ. തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കിയ സിനിമ നിലവിൽ 3,50,00,000 കേരള ഗ്രോസ് നേടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തമിഴ് സിനിമ വിടാമുയർച്ചയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ഈ തിങ്കൾ മുതലുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ ഇടിവ് സിനിമയ്ക്ക് പ്രതിദിനം സംഭവിച്ചിരിക്കുകയാണ്. 1 കോടി രൂപ പോലും സിനിമ പ്രതിദിനം നിലവിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുക്കുന്നില്ല എന്ന കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നു. ഇനിയും സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 135 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ 150 കോടി രൂപ പോയിട്ട് 140 കോടി ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമോ എന്നതാണ് നിലവിൽ നാം സംശയിക്കുന്നത്. നാളെ പുതിയ തമിഴ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അജിത് സിനിമ വിടാമുയർച്ചി തിയേറ്ററുകളിലെ വൻ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവസാനമായിട്ട് ബോളിവുഡ് ചിത്രം ഹിന്ദി സിനിമ വിക്കി കൗശൽ, രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച ചാവയിലേക്ക് വരികയാണെങ്കിൽ സിനിമ തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ കളക്ഷൻ നോക്കുകയാണെങ്കിലും വമ്പൻ കളക്ഷൻ പ്രതിദിനം നേടിയെടുത്ത് മുന്നേറുകയാണ്. ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 270 കോടിയിലേക്ക് എത്തപ്പെടുന്നു. ഇന്നോ നാളെയോ കൊണ്ട് 300 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇങ്ങനെ പോകുകയാണെങ്കിൽ 500 കോടിയെല്ലാം തന്നെ നിസ്സാരമായിട്ട് കളക്ഷൻ മറികടക്കാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.